എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ച രീതിയിൽ എത്തിക്കാൻ സാധിക്കാതെ വരുന്ന കാര്യങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ് പറയാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ ഒരാളെ ഫോൺ വിളിക്കാൻ വേണ്ടി മൊബൈൽ ഫോണ് കയ്യിലെടുക്കുന്നു. മൊബൈൽ ഫോണ് കയ്യിലെടുത്ത ഉടനെ അതിൽ അർജൻറ്റായിട്ടുള്ള വാട്സപ്പ്, ഫേസ്ബുക്ക് മെസ്സേജുകൾ കാണുകയും അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം അത് അർജൻറ്റാണ്. വാട്സപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ആ അർജൻറ്റ് വർക്കിൽ കൂടെ പോയി കഴിഞ്ഞ് അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഫോൺ എടുത്ത എന്തുദ്ദേശത്തിലാണോ ആ പർപ്പസ് മറന്നു പോകുന്നു. അത് പിന്നെ എപ്പോഴെങ്കിലും ഓർമ്മ വരിക, അല്ലെ 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, ഞാൻ ഇന്നയാളെ വിളിക്കണമെന്ന് വിചാരിച്ചിന് വിളിക്കാൻ പറ്റിയില്ല. ആ സമയത്താണ് നമ്മൾ ഈ അർജൻറ്റ് മെസ്സേജിലേക്ക് വരുന്നത്. ഇത് പലർക്കും സംഭവിക്കുന്നതാണ്, എനിക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മൊബൈൽ ഫോൺ എടുക്കുന്ന പർപ്പസ് എന്താണോ, നമ്മൾ ഒരാളെ വിളിക്കാനാണ്. അപ്പോൾ അതുവരെ ആ മൊബൈൽ ഫോണിൽ ഒരുപാട് അർജൻറ്റ് മെസ്സേജസ് ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ അതിലെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഈ മൊബൈൽ ഫോൺ എടുത്ത പർപ്പസ് എന്താണോ അത് കഴിഞ്ഞിട്ട് മാത്രമേ മറ്റുള്ള എന്ത് അർജൻറ്റ് ഉണ്ടായാലും അതിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനം ആദ്യം എടുക്കുക. അപ്പോൾ ഒരാളെ വിളിക്കാനാണ് ഫോൺ എടുത്തതെങ്കിൽ അവരെ വിളിക്കുക. ഫസ്റ്റിൽ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം വാട്സപ്പിലോ ഫേസ്ബുക്കിലോ മറ്റ് ഇൻസ്റ്റഗ്രാമിലോ എന്താണോ അർജൻറ്റ് ഉള്ളത് ആ അർജൻറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊന്ന്, നമ്മൾ പലപ്പോഴും നമ്മളെ ജീവിതത്തിൽ നിസ്സാരമായ കാര്യമാണെങ്കിലും മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ എടുക്കാൻ വന്ന സാധനം എന്തായിരുന്നു എന്നുള്ളൊരു ഓർമ്മ മനസ്സിലില്ലാതെയായി പോകും, മറന്നു പോവുക. എന്തിനായിരുന്നു ഞാനിവിടെ വന്നത് എന്നുള്ള ആലോചിക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ച് പഴയ സ്ഥലത്ത് തന്നെ പോയിട്ട് അവിടുന്ന് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും വന്നിട്ട് ആ സാധനം എടുക്കും, ഇല്ലെങ്കിൽ അതങ്ങനെ മറന്നു പോവുകയാണ്. ഉദാഹരണം, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇതിപ്പോൾ എനിക്ക് ഇടയ്ക്ക് സംഭവിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ റൂമിൽ നിന്ന് ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി, ആപ്പിൾ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു കത്തി വേണം. അപ്പോൾ ആ കത്തി എടുക്കാൻ കിച്ചണിൽ പോകണം. കിച്ചണിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് വന്നത് എന്നുള്ളത് കിച്ചണിൽ ഇങ്ങനെ തിരിഞ്ഞിട്ട് അവിടെ ഇവിടെയും നോക്കുക, ഓർമ്മ കിട്ടുന്നില്ല. എന്തിനാ വന്നതെന്നുള്ള ഓർമ്മ കിച്ചണിൽ നിന്ന് ഓർമ്മ വരുന്നില്ല. അങ്ങനെ തിരിച്ച് ഞാൻ പഴയ സ്ഥലത്ത് തന്നെ വന്നു, റൂമിൽ വന്നു. എന്തിനാണോ എന്നുള്ളത് അപ്പോഴും ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഓർമ്മയാകട്ടെ, അതങ്ങനെ വിട്ടു. 1-2 മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ സംഭവം, ഞാൻ ആപ്പിൾ തിന്നിട്ടില്ലല്ലോ, ആപ്പിൾ കട്ട് ചെയ്യാനായിരുന്നല്ലോ കത്തി എടുക്കാൻ പോയത്. അങ്ങനെയാണ് അപ്പോൾ പിന്നെ അത് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പലർക്കും സംഭവിക്കാറുണ്ട്, ഇങ്ങനെ സംഭവിക്കുകയും ചെയ്യും. ഇത് ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതിനൊരു പരിഹാരം ഞാൻ പറയാം. അതായത് നമ്മൾ അങ്ങനെയുള്ളൊരു പർട്ടിക്കുലർ സാധനം എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമ്മൾ ഒറിജിനൽ സ്ഥലത്ത് നിന്ന് പുറപ്പെടുമ്പം തന്നെ നമ്മളെ മനസ്സിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ആപ്പിൾ കട്ട് ചെയ്യാൻ കത്തി എടുക്കാനാണ് പോയതെങ്കിൽ ഞാൻ കത്തി നൈഫ് കത്തി എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്ന് കിച്ചണിൽ പോവുക. അത് ഉച്ചത്തിൽ പറയാൻ തുടങ്ങിയാൽ മറ്റുള്ള കേൾക്കുന്നവർ വിചാരിക്കും ഇയാൾക്ക് എന്താ വട്ടോ, ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് തോന്നും. അതുകൊണ്ട് മനസ്സിൽ മാത്രം പറഞ്ഞുകൊണ്ട് കിച്ചണിലെത്തിയാൽ തീർച്ചയായും നമ്മൾ ആ വിചാരിച്ച പർട്ടിക്കുലർ സാധനം നമ്മളെടുത്തിട്ട് നമുക്ക് വരാൻ സാധിക്കും. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ സയൻസ് ആൻഡ് ടെക്നോളജി വളർന്ന് വലുതായി നമ്മളെല്ലാവരും ഒന്നിലല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ബിസിയാണ്, ഭയങ്കര ബിസിയാണ്. അങ്ങനെ ബിസി ആകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ മറുതികൾ സംഭവിക്കുന്നത്. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. എല്ലാവരും അത് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. അതായത് നമ്മൾ പലരും പ്രാർത്ഥനയിൽ മുഴുകിക്കഴിഞ്ഞാൽ നമ്മളെ ഓർമ്മയിലില്ലാത്ത കാര്യങ്ങളെല്ലാം ആ സമയത്ത് ഓർമ്മ വരും.
ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവരുടെ കച്ചവടത്തെ പറ്റിയും, ഒരു ഷോപ്പ് നടത്തുന്ന ആളാണെങ്കിൽ ആ ഷോപ്പിലെ കച്ചവടം വിൽപ്പനയെ പറ്റിയും, കടം കൊടുത്തതിനെ പറ്റിയും, സാധനം വാങ്ങിയതിനെ പറ്റിയും, വിറ്റതിനെ പറ്റിയും, ടോട്ടൽ പൈസ കിട്ടിയതിനെ പറ്റിയും, ഒരു ഓഫീസ് ജോലിക്കാരനാണെങ്കിൽ ബോസ് ഇന്നേ കാര്യം പറഞ്ഞിരുന്നു, അത് ചെയ്തിട്ടില്ല, അതിപ്പം ചെയ്യണം, നാളത്തേക്കുള്ള വർക്ക് ഇത് തന്നിട്ടുണ്ട്, അത് വലിയ ടഫാണല്ലോ. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആലോചിക്കുകയും നമ്മൾ പ്രാർത്ഥന നടക്കുന്നുമുണ്ടാവും. പക്ഷെ ഈ പ്രാർത്ഥനയിലെല്ലാം നമ്മളുടെ മനസ്സെപ്പോഴും പുറത്താണ്. ഈ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ്സ് ഡിബേറ്റബിൾ. അത് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രാർത്ഥന സമയത്ത് ഇങ്ങനെയുള്ള ഓർമ്മകൾ വരുന്നത് ഇല്ലാതാക്കാൻ ഞാൻ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മൾ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തീരുമാനിക്കണം, ഞാൻ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ, ഞാൻ ഓർക്കുകയുള്ളൂ. നമ്മളുടെ മനസ്സിനെ നമ്മൾ പിടിച്ചവിടെ കൊണ്ടുവരണം. എന്തുകൊണ്ട് പറ്റില്ല? നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഓർക്കുക. ഇനി രണ്ടാമത്തത്, നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന വേറെ ലാംഗ്വേജിലുള്ള പ്രാർത്ഥനയാണെങ്കിൽ തന്നെയും അതിൻ്റെ മീനിങ് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ആ മീനിങ് ശരിക്ക് എന്താണ് ആ മീനിങ് അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഉദാഹരണം, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു. ഈ സംസാരിക്കുന്നതിൻ്റെ ടോപ്പിക്കിനെ പറ്റി എനിക്ക് ധാരണയുള്ളത് കൊണ്ടാണ് എനിക്ക് വാക്കുകൾ വരുന്നത്, അല്ലേ? അല്ലാതെ ഞാനിത് സംസാരിച്ചു കൊണ്ട് വേറെ ഓരോന്ന് ആലോചിക്കുന്നതാണെങ്കിൽ എനിക്ക് ഈ സംസാരം ഫ്ലോ ആയിട്ട് വരില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ ആ കോൺസെൻട്രേഷൻ, ആ മനസ്സ് ആ വിഷയത്തിലേക്ക് വരുന്നത്? അതുപോലെ തന്നെ നമ്മൾ പൂർണ്ണമായും ആ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക, ദൈവത്തിൽ അർപ്പിച്ചിരിക്കുക. നമ്മൾ ചൊല്ലുന്നത് എന്താണോ, പറയുന്നത് എന്താണോ, അതിൻ്റെ മീനിങ് വ്യക്തമായി മനസ്സിലാക്കി അത് ഗൗരവത്തിൽ കണക്കിലെടുത്ത് ഈ 4-5 മിനിറ്റ്, എത്ര മിനിറ്റ്സ് ആണെങ്കിലും അതിന് വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴത്ത് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് UAE ടൈം 1:30 PM, ഇന്ത്യൻ ടൈം 3 PM. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ, ബൈ ഫ്രം MV Motivates.